ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് കുരുമുളക് ഇട്ട മീൻകറി വെക്കാം. ആദ്യമേ അതിന് വേണ്ടിയിട്ട് കുരുമുളക് ഒന്ന് കഴുകി തിളപ്പിച്ചെടുക്കാം. ഓക്കെ, അതിന് വേണ്ടി നമുക്ക് കുരുമുളക് ഒന്ന് തിളപ്പിക്കാനായിട്ട് ഈ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് തണുത്ത് വരണം. അപ്പം അത് കഴിഞ്ഞ് മീൻ വെട്ടണം. ഇത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ വെട്ടിയെടുക്കാം. ഓക്കെ, മത്തി കുരുമുളക് അരച്ച് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കുരുമുളക് അടുപ്പിൽ കഴുകി ഇതാക്കി തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അത് തിളച്ച് തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് മീൻ വെട്ടിക്കൊണ്ട് വരാം. ഓക്കെ, കുരുമുളക് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് അത് തണുക്കട്ടെ കേട്ടോ. എന്താ കുരുമുളക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. കുരുമുളക് 1.5 സ്പൂൺ മല്ലി, അടുത്തത് തക്കാളി ഇടാം. തക്കാളി ഞാൻ വീഡിയോ പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് അരിഞ്ഞ് വെച്ചിട്ടാണ് ഇടുന്നത്. ഞാൻ ചെറിയ 3 തക്കാളിയാണ് എടുത്തത്. മുഴുത്താണ് 2 തക്കാളി മതി. ഓക്കെ, ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ ചട്ടി അടുപ്പിൽ വെച്ചു, ചൂടായി. അരപ്പൊക്കെ റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ചട്ടി ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഉലുവായിട്ട് പൊട്ടിക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. ഉലുവ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടൊന്ന് ചെറിയൊരു മൂപ്പായതിന് ശേഷം ചെറിയ ഉള്ളിയും പച്ചമുളക് 2 കീറി അതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നന്നായിട്ട് വഴറ്റണം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഉള്ളി വഴണ്ട് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾ പൊടി ഇട്ട് ഒന്ന് നല്ലതായിട്ട് പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പം, മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണം മാറിക്കഴിഞ്ഞ് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇടാം. ഇതാണ് അരപ്പ് ഞാൻ ചെറിയ ജാറിൽ നിന്ന് വലിയതിലേക്ക് മാറ്റിയായിരുന്നു. അരപ്പ് ഇട്ടിട്ട് ഇനി നമുക്ക് അരപ്പ് ഒന്ന് ചേർത്തിട്ട് എടുത്തു അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായിട്ട് ചേർത്തിട്ട് നമ്മൾ ആ ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് ആ ജാറൊന്ന് കഴുകി അത് നമുക്ക് ഒഴിച്ച് കൊടുക്കണം. ജാറ് കഴുകി ആ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി പരിപ്പ് അങ്ങോട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കും. എന്നിട്ട് കുറച്ചും കൂടെ അരപ്പെല്ലാം കഴുകി ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ച് വെള്ളം പോലെ നമുക്കിനി പുളി ഇടണം. കുടംപുളി ഇട്ട് വെള്ളം പോരെങ്കിൽ ഇച്ചിരി കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ.
കുടംപുളി ഇട്ട് നന്നായിട്ട് അരപ്പ് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു ശകലം കായപ്പൊടിയും ഇട്ട് കുറച്ച് ഉലുവാപ്പൊടിയും കൂടി ഇടണം. കായത്തിൻ്റെ പൊടി ഇട്ട് ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കഴിയുമ്പോൾ എന്നിട്ട് അരപ്പ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്ക് ഇച്ചിരി ഉലുവാപ്പൊടി ഇട്ട് ഒരു ഇത്രത്തോളം കായവും ഇടുക. ഇട്ടു കാര്യം ഉപ്പിടാൻ മറന്നുപോയി. ഉപ്പും ചെറുതായിട്ട് അരപ്പ് നല്ല വൃത്തിക്ക് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് മത്തി ചേർക്കാം. ഒന്നും കൂടി നല്ല തിള വരട്ടെ. അരപ്പ് നല്ല തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ പെറുക്കിയിടാം. മീൻ വെട്ടി തേച്ച് വെച്ചിട്ടുണ്ട്. അതിലോട്ട് മത്തിയാണ്, ചെറിയ മത്തിയ. നല്ല പനിഞ്ഞീനൊക്കെ ഉള്ള മത്തിയാട്ടോ. അതിനകത്ത് തൂങ്ങിക്കിടക്കുന്നതൊക്കെ പനിഞ്ഞീനാണ്, വേറെ ഒന്നും വിചാരിക്കണ്ട ആരും. അങ്ങനെ കറി റെഡിയായി. ലാസ്റ്റ് തീ ഓഫാക്കിയിട്ട് കറിവേപ്പില ഇട്ട് ശകലം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അടച്ച് വെക്കുക. അങ്ങനെ മീൻകറി റെഡിയായി. ഇനി അടുത്തത് തോരനും രസവും. മീൻകറി കൂട്ടി ചോറിനാൻ പോകണം. നല്ല മത്തിക്കറിയും തോരനും. നമ്മളിന്ന് കുരുമുളക് ഇട്ട് വെച്ച മത്തിക്കറിയും തോരനും കൂട്ടി ചോറിനാൻ പോകണം. ഓക്കെ, വരുന്നോ? ഇങ്ങനെ ഇട്ടിട്ട് തോരനിട്ടിട്ടിങ്ങനെ അതുകൊണ്ട് കുറച്ച് മീനും ഓക്കേ.